ഫോണിൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ഇൻഫോ ബീറ്റ്സിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നത്തിങ്ങിൻ്റെ ഫോണ് അവിടെ സർവീസ് ഉണ്ടല്ലോ. ഫോൺ മാത്രമല്ല നത്തിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ സർവീസ് ഉണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ കൊണ്ടു കൊടുത്തു. പിന്നെ അബിയേട്ടന് ഓഫ് ഡേ നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന്, അതായത് ചൊവ്വാഴ്ച നമ്മൾ തൃശ്ശൂർ പോകുന്നത്. തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ കണ്ടൊരു സീനാട്ടത്. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. നമ്മൾ കോട്ടും സൂട്ടൊക്കെ വലിച്ച് വാരിയിട്ടിട്ടാണ് ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിലൊക്കെ ഈ പരിസരത്ത് കൂടെ പോവുക, ഈ പരിസരത്ത് കൂടെ എന്ന് മാത്രമല്ല ടൗണിൽ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് പരിപാടിയാണ്. അപ്പോൾ എന്ത് റിസ്ക് എടുത്താലും നമുക്ക് ബൈക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അബിയേട്ടനും കൂടി ഇറങ്ങി തിരിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മുടെ മുണ്ടുപാലത്തിൻ്റെ അവിടെ റോഡ് പണി നടക്കുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു. വേറെ വെള്ളക്കെട്ട് വന്നില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ളൂ. റോഡ് പണിയായ കാരണം ആ ഭാഗങ്ങളൊക്കെ അടച്ചിട്ട് കൊടുക്കാട്ടോ. കുറേ വണ്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു ബ്ലോക്ക് വരുന്നൊരു സ്ഥലമല്ലേ ഇവിടെയൊക്കെ. അപ്പോൾ വെള്ളക്കെട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കാൽനട യാത്രക്കാർക്കായിക്കോട്ടെ, 2 വീലർ ആയിക്കോട്ടെ, ഇനി ഏത് വണ്ടികൾക്കായിക്കോട്ടെ അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഞാനിത് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഞാൻ അബിയേട്ടനോട് പറഞ്ഞു, അയ്യോ അബിയേട്ടാ, ഇവിടെ ഇങ്ങനെ മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവിടെയൊക്കെ എന്താവും, വേഗം വണ്ടി വിടാം അബിയേട്ടാ, നമുക്ക് നമ്മുടെ പുഴയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2018 തൊട്ടിട്ട് 2024 വരെ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മളുടെ അവിടെ വെള്ളപ്പൊക്കം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓണം വിഷുവും വരുന്ന പോലെയാണ് മഴയും വെള്ളപ്പൊക്കവും പ്രളയമൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് എവിടെയെന്നറിയോ, നമ്മുടെ ഷട്ടർ പാലല്ലേ, നമ്മുടെ പാലിയേക്കര ടോൾ കൊടുക്കാണ്ട് മെല്ലനെ സ്കൂട്ടാവുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർ പോണ വഴിയാണ് നമ്മുടെ പാലിയേക്കരയല്ലല്ലോ, പുലക്കാട്ടുകര മഠം ഷട്ടർ റോഡ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഉണ്ടോ നോക്കിയേ, നമ്മുടെ പുഴയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ് ഇളകി ഓടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മൾ തൃശ്ശൂർ മുണ്ടുപാലത്തിൻ്റെ അവിടെ കണ്ടില്ലേ, അവിടെയും നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ട് വെള്ളം. ആ ഒഴുകി പോകുന്നുള്ള കാരണം തന്നെ അധികം വെള്ളക്കെട്ട് നമുക്കവിടെ രൂക്ഷമായിട്ട് തോന്നേയില്ല, നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് അവിടെ റോഡ് പണി നടക്കല്ലേ, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വേണമെങ്കിൽ. നിങ്ങളിതൊന്ന് നോക്കിയേ, പുഴയിൽ നമ്മൾ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം തടഞ്ഞിരിക്കേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവസ്ഥയായിട്ടാവും നമ്മളെ കിട്ടാം. അത്ര നല്ല ഒഴുക്കായിരുന്നു കേട്ടോ നമ്മളുടെ ഇവിടെ പുഴയിൽ. പിന്നെ അതുമാത്രമല്ല കുറേ ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഹരിതകർമ്മസേന ചേച്ചിമാർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഈ വേസ്റ്റും സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയും. അത് നേരെ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ പുഴ കൂടി പോകുമ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് പോവും. ഒഴുകി അത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കും. പിന്നെ അവിടെ വെള്ളക്കെട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തന്നെയാണ്, മനുഷ്യന്മാർ തന്നെയാണ് ഈ പുഴേനെ ഇങ്ങനെയൊക്കെ ആക്കണേന്നാണ്. എൻ്റെ പുഴേനല്ല, മൊത്തത്തിൽ പരിസ്ഥിതിനെ ഇങ്ങനെ ആക്കണത്. അതിൽ ഞാൻ ഉൾപ്പെടുവിട്ടെ, ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, മനുഷ്യന്മാരുടെ കയ്യിലുണ്ടല്ലോ തെറ്റുകളൊക്കെ. അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ പോയത് അതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള റോട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ ഏതാ പുഴ ഏതാ തോട് ഏതാ, അതായത് പറമ്പ് ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല. അതേപോലെയായിരുന്നു പുഴ, കൈയടക്കിയ ഓടായിരുന്നു കേട്ടോ. നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു. നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പുഴ എങ്ങനെയാണ്, എത്ര സ്പീഡിലാണ് പോണേന്നുള്ളത് കേട്ടോ. അപ്പോൾ ഉണ്ണികളൊക്കെ നമ്മൾ തറവാട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. അവരെയും കൊണ്ടുവന്ന റിസ്ക് അല്ലേ, എന്തായാലും ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പിൻകാലത്ത് നമുക്ക് നമ്മുടെ ചാനലിലായിട്ട് കാണാമല്ലോ. ന്യൂസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് നമ്മളുടെ ഏരിയ അല്ലേ, നമ്മളുടെ ഏരിയയിൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാനിതൊരു റീച്ചിനോ വേറെ ഒന്നിനോ അല്ല കേട്ടോ. നമ്മുടെ പരിസരങ്ങളിൽ ഇങ്ങനെയും വെള്ളപ്പൊക്കം വരുന്നുണ്ട്, നമ്മളിതൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന്. നമുക്ക് ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം വരാത്ത സാഹചര്യങ്ങളിലൊക്കെ നമുക്കിതൊക്കെ എടുത്ത് കണ്ടോ, അയ്യോ അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 വെള്ളപ്പൊക്കം, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞത് 2017 കഴിഞ്ഞ് 2018 വെള്ളപ്പൊക്കം. ഞാൻ അപ്പുറത്തെ സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും ആ വടം വെച്ചിട്ട് നീന്തിയതാണ്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു നെഞ്ചിടിപ്പാണ്. എന്നാലും അയ്യോ അതൊരു ആലോചിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ പോകുന്നത് എവിടെയെന്നറിയോ, മണലിപ്പാലം. അതായത് നമ്മൾ പാലിയേക്കര ടോള് കൊടുത്ത് പോണ വണ്ടികൾ ഉണ്ടാവില്ലേ, അപ്പോൾ ഈ പാലത്തിൻ്റെ മേലെ കൂടി ആ വണ്ടികൾ പോണത്. ആ പാലത്തിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പ്രദേശമുണ്ട്, ചെറുതല്ല അത്യാവശ്യം ഒരു വലിപ്പമുള്ള പ്രദേശമുണ്ട്, മണലിപ്പുഴ. ഇവിടെ എത്തുമ്പോൾ അത് മണലിപ്പുഴയാവും, നമ്മളുടെ അവിടെ എത്തുമ്പോൾ തൃക്കൂര് പുഴ, പിന്നെ കരുവന്നൂർ പുഴ, അങ്ങനെ പല പേരുകളല്ലേ പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ പറയുന്ന പോലെ ഇതിന് പടവുകളുണ്ട്. നല്ല രസമാണ്. നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ആ പടവിലൊക്കെ ഇരുന്ന് നല്ല ഒരുപാട് പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടുകയും ചെയ്യും. പക്ഷേ പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ പടവേതിന് കടവേതിന് റോഡ് ഏതിന് പറമ്പ് ഏതിന് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അധികം നോക്കിയേ.
പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല ഒഴുക്കുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നല്ല ഒഴുക്കുണ്ട്, അതായത് വെള്ളം നന്നായി വലിച്ചു പോകുന്നുണ്ട്. അത് കാരണം വെള്ളക്കെട്ട് ഉണ്ടാവില്ല, പ്രളയം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെത് കേട്ടാ, ഉണ്ടാവില്ല. നാളെ എന്തായാലും വെയിലായിരിക്കും. പറഞ്ഞ പോലെ ഇന്ന് നല്ല വെയിലായിട്ട് കേട്ടാ. ഞാൻ ഇന്നാണ് വോയിസ് കൊടുക്കണേ, ഇന്നലെ അതായത് ചൊവ്വാഴ്ചയാണ് ഞാനിപ്പോൾ 5-ാം തീയതി, അതായത് ഓഗസ്റ്റ് 5-ാം തീയതി 2025 ചൊവ്വാഴ്ച അന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അന്നാണ് പ്രളയത്തിന് മുൻകരുതലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവരും പെട്ടിയും അവരുടെ ഐറ്റംസും തിങ്സൊക്കെ മാറ്റി വെക്കുന്നതും എടുത്തു വെക്കുന്നതും കേട്ടോ. പക്ഷേ ഇന്നേക്ക് നോക്കിയാൽ നല്ല വെയിലാണ്. അത് കാരണം പ്രളയം വരില്ല എന്നുള്ളൊരു ഉറപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ, കാണാൻ ജസ്റ്റ് ഒന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് കാണാലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒരുപാട് പേര് അവരുടെ കാറും കാര്യങ്ങളൊക്കെ നീക്കിടാൻ നോക്കുന്നുണ്ട്. എഞ്ചിനിലെങ്ങാനും വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആയിരിക്കില്ലല്ലോ, പിന്നെ അത് കാറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റേതായ ഡോക്ടറെ കാണിച്ച് അത്രയും പൈസ ഒക്കെ നമ്മൾ കളയണ്ടേ. അതിന് മുന്നേ നമ്മൾ സേഫായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിയിടാൻ നല്ലത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വലഞ്ഞു പോണതാരെന്നറിയോ? കർഷകരാണ്. ഈ വാഴക്കൃഷി നടത്തുന്ന കർഷകരില്ലേ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാട്ടാ. ഇങ്ങനെ വെള്ളം നിൽക്കുമ്പോൾ ഓണത്തിനും പിന്നെയുള്ള സമയങ്ങളിലേക്ക് വെച്ച വാഴക്കുലകളൊക്കെ മൂപ്പെത്താണ്ടും അതുപോലെ തന്നെ വാഴ കട ചീഞ്ഞും പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കായക്കൊല വെട്ടിയെടുത്തില്ല, ഇനി അഥവാ പ്രളയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കായക്കൊലയും വാഴ അടക്കം ഒടിഞ്ഞു വീണ് കംപ്ലീറ്റ് നാശാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോണത് കൈരളി ബേക്കേഴ്സിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ. അവിടെ നോക്കിയേ, മതിലൊക്കെ തകർത്തിട്ടാണ് വെള്ളം ഒലിച്ചു പോണത്. വെള്ളത്തിന് ഒലിക്കാൻ സ്ഥലം വേണം. ആ ഒലിക്കാൻ സ്ഥലം വേണ്ടോടത്ത്, അതായത് ഒഴുകാൻ സ്ഥലം വേണ്ടോടത്ത് നമ്മൾ മനുഷ്യരെന്ത് ചെയ്യുന്നു? അതിർത്തി തിരിച്ച് കുറേ മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനോട് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അത് വെള്ളത്തിന് അതൊന്നും വിഷയമില്ല. അത് പോകേണ്ട സ്ഥലം ബ്ലോക്ക് ചെയ്യുമ്പോൾ അതൊക്കെ തകർത്തെറിഞ്ഞിട്ടാണ് അത് പോണത്. അത് 2018-ലും 2024-ലും വെള്ളപ്പൊക്കത്തിൽ ആൾക്കാർക്ക് മനസ്സിലായതാണ്. എത്ര കനത്തിൽ മതിലും കാര്യങ്ങളും കെട്ടിയാലും അതൊക്കെ അടിച്ച് തകർത്തിട്ടാണ്, അത്രയും ഫോഴ്സിലാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മനുഷ്യർ കെട്ടിയതിൻ്റെ മേലെ വീണ്ടും കെട്ടിപ്പൊക്കും. അതല്ലേ, അത് മനുഷ്യ സഹജം. മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ഭാഗത്തും വെള്ളം കെട്ടിക്കിടക്കണില്ല കേട്ടാ, തടഞ്ഞു നിൽക്കണില്ല. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. പിന്നെ നമ്മൾ അവസാനം എത്തിയത് പുഴമ്പള്ളം. ഈ ഭാഗത്താണ് ഏറ്റവും ഫസ്റ്റ് വെള്ളം കയറാം. അതേപോലെ തന്നെ ഇവിടെ തുടക്കത്തിലേ വെള്ളം കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഈ പറയുന്ന പോലെ റോഡ് നല്ല റോഡായ കാരണം നമുക്ക് നടക്കാനും വീഡിയോ എടുക്കാനും പറ്റി. ഇനി അഥവാ നമ്മൾ നേരത്തെ കണ്ട പോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ വീഴും, നമ്മുടെ ഫോണും പോവും, നമ്മളുടെ ചായയും മാറും. അങ്ങനെയും ഉണ്ട് കേട്ടാ. ഈ റോഡൊക്കെ നല്ല റോഡായ കാരണം ധൈര്യമായിട്ട് നമുക്ക് വണ്ടിയും കൊണ്ടിട്ടായാലും കാൽനടക്കായാലും പോവാം. അപ്പോൾ നോക്കിയേ, ഞാനും അഭിയേട്ടനൊക്കെ ഒന്ന് വെള്ളത്തിലിറങ്ങി. ഇപ്പം ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. 2018-ൽ ഞാനൊക്കെ വെള്ളം നീന്തിയ അവസ്ഥ ആലോചിക്കുമ്പോൾ കഴുത്തിനൊപ്പം ഉണ്ടായിരുന്നു അന്നത്തെ വെള്ളമൊക്കെ. അന്ന് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചു പോകും. അങ്ങനത്തെ ഒരു ഫോഴ്സായിരുന്നു വെള്ളത്തിന്. എന്തോ ഭാഗ്യം കൊണ്ട് വടത്തിലൊക്കെ പിടിച്ച് അന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഈ പറയുന്ന പോലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്കൊക്കെ ഒരു മുൻകരുതലാട്ടാ, ഒരു മുന്നറിയിപ്പാണ്. 2018 നമുക്കത് റിക്കവർ ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 24 തൊട്ട് നമ്മൾ ഫുള്ള് സെക്യൂറായിട്ട് അലേർട്ടായിട്ടാണ് ഇരുന്നുകൊടുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഈ പറയുന്ന പോലെ നല്ല ടെൻഷനും കാര്യങ്ങളുണ്ട്. അവർക്ക് വളർത്തു മൃഗങ്ങൾ, വണ്ടികൾ, ഉപജീവന മാർഗമായിട്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല, പറിച്ചു നടാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളർത്തു മൃഗങ്ങളെയൊക്കെ കൊണ്ട് അവർ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റുള്ളവർക്കൊക്കെ മാറാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഈ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, അവർക്കല്ലേ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് സന്തോഷമാണെങ്കിലും ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. നമ്മളുടെ അന്ന് 2018 നമുക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിയേട്ടനും അച്ഛനൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മളുടെ മൃഗങ്ങളുടെ ആയാലും നമ്മുടെ വീട്ടിലെ സാധനങ്ങളായാലും ഒക്കെ സെക്യൂറായിട്ട് കയറ്റി വെച്ചു. പക്ഷെ എന്നാലും കുറേ പേർക്ക് അതിൻ്റേതായ കുറേ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഫാം നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പശുക്കളൊക്കെ ചത്തുപോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരു ഒറ്റ ഫോഴ്സിലാണ് വരുന്നത്. നമുക്ക് ആരെയാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ, മൃഗങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ, ഒന്നും പറയാൻ പറ്റില്ല. കുറേയൊക്കെ അവർ മൃഗങ്ങളെ കെട്ടഴിച്ച് വിട്ടു, അവറ്റങ്ങൾ എങ്ങടൊക്കെയോ കയറിപ്പോയി. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും പ്രശ്നം നമുക്ക് രൂക്ഷമായിട്ട് തോന്നും. ഇതൊക്കെ ഇനി ഇവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ തൃക്കൂരുപുഴ നോക്കാം. തൃക്കൂരുപുഴയും ഇതിൽ കൂടെ ഒഴുകണ ആൾ തന്നെയല്ലേ. ആളും ഇത്തിരി ഭ്രാന്ത് പിടിച്ച പോലെ തന്നെയാണ് ഒഴുകണേ. എന്തായാലും നാളത്തോടു കൂടി ഇതൊക്കെ ഒന്ന് അവസാനിക്കാൻ പ്രാർത്ഥിച്ച പോലെ ഇന്ന് നല്ല വെയിലാണ് കേട്ടാ.